ദയനീയ ഫോം തുടരുകയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ്. ഇന്നലെ വൈകിട്ട് നടന്ന കളിയിൽ പോയിന്റ് പട്ടികയിൽ താഴെയുള്ള പഞ്ചാബ് കിങ്സിനോടാണ് രാജസ്ഥാന്റെ പരാജയം നേരിട്ടത്. ഇത്തവണത്തെ രാജസ്ഥാൻ തോൽവി ഏറ്റുവാങ്ങുന്ന തുടർച്ചയായ 4ാമത്തെ കളിയാണ് പഞ്ചാബ് കിങ്സിനെതിരായത്. ഈ പരാജയം പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഒന്നിൽ ഫിനിഷ് ചെയ്യാനുള്ള രാജസ്ഥാന്റെ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഏൽപ്പിക്കുന്നത്. പ്ലേ ഓഫ് ഉറപ്പിച്ചെങ്കിലും ഈ തോൽവി രാജസ്ഥാന്റെ ആത്മവിശ്വാസത്തിന് വലിയ ആഘാതം ഏൽപ്പിക്കുന്നതാണ്. പഞ്ചാബിനെതിരായ മത്സരശേഷം സംസാരിക്കവേ കളി തോറ്റതിന്റെ കാരണം വെളിപ്പെടുത്തിയ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ടീം തിരിച്ചുവരുമെന്ന ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിച്ചു. പഞ്ചാബിനെതിരായ തോൽവിക്ക് ശേഷം രാജസ്ഥാൻ നായകന് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത 20 ഓവറുകളിൽ 144 എന്ന സ്കോറാണ് നേടിയത്. സ്കോർ ബോർഡിൽ പ്രതിരോധിക്കാൻ മികച്ചൊരു ടോട്ടൽ ഇല്ലാതിരുന്നത് ബോളിംഗ് സമയത്ത് തുടക്കം തന്നെ രാജസ്ഥാൻ റോയൽസിന് സമ്മർദ്ദം നൽകിയിരുന്നു. കളിക്ക് ശേഷം സംസാരിക്കവേ തങ്ങളുടെ സ്കോർ കുറവായിരുന്നുവെന്ന് തുറന്ന് സമ്മതിക്കാൻ സഞ്ജു മടികാട്ടിയില്ല. 10-15 റൺസ് കുറവാണ് രാജസ്ഥാൻ നേടിയതെന്ന് ചൂണ്ടിക്കാട്ടിയ സഞ്ജു 160 റൺസ് വരുന്ന വിക്കറ്റിലായിരുന്നു കളിയെന്നും പറഞ്ഞിരുന്നു. ടീമിന്റെ സ്കോറിൽ 15 മുതൽ 20 റൺസോളം കുറവ് വന്നതാണ് രാജസ്ഥാന്റെ തോൽവിക്ക് കാരണമെന്നാണ് സഞ്ജുവിന്റെ വിലയിരുത്തൽ. ഞങ്ങൾക്ക് കുറച്ച് റൺസ് കൂടി വേണ്ടിയിരുന്നു. ഒരു 15 മുതൽ 20 റൺസ് വരെ കുറവായിരുന്നു ഞങ്ങൾക്കെന്നും ഞാൻ കരുതുന്നു. നന്നായി കളിച്ചിരുന്നെങ്കിൽ 160 റൺസ് വരെ നേടാവുന്ന വിക്കറ്റായിരുന്നു ഇത്. 160-ന് മുകളിൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ നേടാമായിരുന്നു. അവിടെയാണ് ഞങ്ങൾ കളി തോറ്റത്. ഒരു ബോളിംഗ് ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നും 5 മികച്ച ബോളർമാരുമായി കളിക്കുന്നതോട് ഞാൻ പൊരുത്തപ്പെട്ടു കഴിഞ്ഞുവെന്നും തോൽവികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് 4 കളികൾ തുടർച്ചയായി തോറ്റെന്നും ഞങ്ങൾ അംഗീകരിച്ചേ മതിയാകുമെന്നും സഞ്ജു പറഞ്ഞു. ഒരു ടീം എന്ന നിലയിൽ എന്താണ് ഞങ്ങൾക്ക് തിരിച്ചടിയാവുന്നതെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും സഞ്ജു സാംസൺ കൂട്ടിച്ചേർത്തു. ടീമിൽ ധാരാളം മാച്ച് വിന്നർമാരുണ്ടെന്നും ആരെങ്കിലും കളി ജയിപ്പിക്കാൻ മുന്നോട്ട് വന്നേ മതിയാകുമെന്നും സഞ്ജു പറഞ്ഞിരുന്നു. കൂടുതൽ റൺസ് നേടേണ്ടതുണ്ട്. 160, 170 ഒരു നല്ല സ്കോർ ആയിരിക്കുമെന്ന് കരുതിയത്. 200-ന് മുകളിൽ സ്കോറുകൾ എളുപ്പത്തിൽ സ്കോർ ചെയ്യുന്ന ഈ സീസണിൽ ഇത്തരം വിക്കറ്റുകളിൽ ഞങ്ങൾ അധികം കളിച്ചിട്ടില്ലെന്നും ഇന്നലത്തെ കളിയിൽ കുറച്ചുകൂടി സ്മാർട്ടായി കളിക്കുകയും കൂട്ടുകെട്ടുകൾ പടുത്തുയർത്തുകയും ചെയ്യണമെന്നുമായിരുന്നു പറഞ്ഞ സഞ്ജു വരാനിരിക്കുന്ന കളികളിലെ ഫലങ്ങൾ ഞങ്ങളുടെ വഴിയെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞു നിർത്തി. രാജസ്ഥാന്റെ തോൽവിക്ക് നിരവധി കാരണങ്ങളുണ്ട്. ടോസ് വീണതു മുതൽ തുടങ്ങുന്നു അത്. 5 കാരണങ്ങൾ പരിശോധിക്കാം. ടോസ് നേടിയിട്ടും പഞ്ചാബിനെ ബൌളിംഗിന് അയച്ച തീരുമാനവും പാളിപ്പോയി. രാജസ്ഥാൻ ടോസ് നേടി ബാറ്റിംഗ് എടുക്കുകയായിരുന്നു. 2ഉം സ്ലോ വിക്കറ്റ് ആയിരുന്നു. എന്നാൽ ഇത്തരം വിക്കറ്റുകളിൽ മികച്ച രീതിയിൽ കളിക്കാൻ രാജസ്ഥാൻ താരങ്ങൾക്ക് സാധിച്ചില്ല. 20 മുതൽ 25 റൺസ് വരെ കുറവായിരുന്നു രാജസ്ഥാന്. 38 റൺസ് മാത്രമാണ് രാജസ്ഥാന് പവർ പ്ലേയിൽ നേടാൻ സാധിച്ചത്. ആദ്യ യശ്വസി ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു. പവർ പ്ലേ ആഘാതത്തിൽ നിന്ന് കരകയറാൻ രാജസ്ഥാന് സാധിച്ചതുമില്ല. സ്ലോ പിച്ചിൽ വേണ്ട രീതിയിൽ ബാറ്റ് ചെയ്യാനും സാധിച്ചില്ല. ബട്ട്ലറുടെ അഭാവം രാജസ്ഥാനെ കാര്യമായി ബാധിച്ചു. പകരമെത്തിയത് ടോം കോഹ്ലർ കഡ്മോർ ആയിരുന്നു. എന്നാൽ കാര്യമായൊന്നും കഡ്മോറിന് ചെയ്യാനും കഴിഞ്ഞില്ല. ഓപ്പണറായെത്തിയ താരം പവർ പ്ലേയിൽ ധാരാളം പന്തുകൾ പാഴാക്കി. 23 പന്തിൽ 18 റൺസുമായിട്ടാണ് കഡ്മോർ പുറത്തായത്. യശ്വസി ജയ്സ്വാൾ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തുകയും ചെയ്തു. മധ്യനിര താരങ്ങളിൽ റിയാൻ പരാഗിന് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. താൽക്കാലികമായ സ്ഥാനക്കയറ്റം കിട്ടിയെത്തിയ അശ്വിന്റെ ഇന്നിംഗ്സ് കൂടി ഇല്ലായിരുന്നെങ്കിൽ രാജസ്ഥാന്റെ അവസ്ഥ ഇതിലും പരിതാപകരമായേനെ. സഞ്ജു സാംസൺ, ധ്രുവ് ജൂറൽ, റോമാൻ പവൽ, ഡൊണോവൻ ഫെറെ എന്നിവർ പാടെ നിരാശപ്പെടുത്തി. നിലവാരമുള്ള 5 ബൗളർമാർ ടീമിലുണ്ടെന്ന് സഞ്ജു തന്നെ സമ്മതിക്കുന്നു. ആവേശ് ഖാൻ, ട്രെസ് ബോൾ, സന്ദീപ് ശർമ്മ, ആർ അശ്വിൻ, യുസ്വേന്ദ്ര ചഹൽ എന്നിവരാണ് ടീമിലെ ബൗളർമാർ. എന്നാൽ ഇവരിൽ ഒരാൾ അടിവേടിക്കുമ്പോൾ പകരം ഉപയോഗിക്കാൻ ഒരു ബൗളർ രാജസ്ഥാൻ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. പഞ്ചാബ് കിങ്സിനെതിരെയും തോറ്റെങ്കിലും പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത് തുടരുകയാണ് രാജസ്ഥാൻ റോയൽസ്. 13 കളികളിൽ 8 വിജയവും 5 തോൽവികളുമുള്ള രാജസ്ഥാന്റെ അക്കൗണ്ടിൽ 16 പോയിന്റാണുള്ളത്. ഈ സീസണിൽ ഇനി ഒരു മത്സരമാണ് ലീഗ് ഘട്ടത്തിൽ രാജസ്ഥാൻ ശേഷിക്കുന്നത്. വരുന്ന ഞായറാഴ്ച നടക്കാനിരിക്കുന്ന കളിയിൽ പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനക്കാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് സഞ്ജുവിന്റെയും ടീമിന്റെയും എതിരാളികൾ.